ഹലോ, നമുക്ക് കിട്ടുന്ന ശമ്പളം എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതെന്ന് അറിയാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട് ഇല്ലേ? അവർക്ക് പറ്റിയ ഒരു ഈസി ടിപ്പാട്ടോ ഈ 50-30-20% റൂൾ. ക്യാഷ് മാനേജ്മെൻറ്റ് റൂൾ എന്നാണ് ഇതിന് ആക്ച്വലി പറയുന്നത്. നമുക്ക് കിട്ടുന്ന സാലറിയുടെ 50% നമ്മൾ ഡയറക്റ്റായിട്ട് റെൻറ്റ് കൊടുക്കാനും അല്ലെങ്കിൽ ഗ്രോസറീസ് മേടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുക. ആദ്യം അതിലെങ്ങനെ കട്ട് ഡൗൺ ചെയ്യണം എന്ന് നോക്കാം. എന്ന് വെച്ചാൽ നമ്മൾ റേറ്റ് കുറഞ്ഞ ഗ്രോസറീസിൽ പോയി മേടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ പ്ലാൻസ് നമ്മൾ കുറയ്ക്കണം. അങ്ങനെയുള്ള കുറച്ച് ടിപ്സുകൾ നമ്മളതിൽ ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നതാണ് വോൺസ്. ഓക്കെ, ഈ വോൺസിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നില്ലേ, പിന്നെ മൂവീസ്, എൻ്റർടൈൻമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ കുറേ ചേഞ്ചസ് വരുത്താം. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുക പുറത്തുനിന്ന് കഴിക്കുന്നതിന് പകരം, അങ്ങനെയുള്ള അല്ലെങ്കിൽ മൂവീസ് കട്ട് ഡൗൺ ചെയ്യുക. മീൻസ് എപ്പോഴും പോകാണ്ട് നല്ല ഹിറ്റായിട്ടുള്ള മൂവീസിന് മാത്രം പോകാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്നൊരു കുറവുണ്ടാകും. പിന്നെ ലാസ്റ്റ് വരുന്നത് 20%. നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു 20% ആദ്യം തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു സേവിങ്സ് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ SCP പോലുള്ളിടത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളിൽ പലരും ചെയ്യാത്തൊരു കാര്യമുണ്ട്, നമ്മൾ എങ്ങനെയാണ് ചിലവാക്കുന്നത് നമ്മൾ തിരിഞ്ഞു നോക്കില്ല. നമ്മൾ ജസ്റ്റ് കിട്ടുന്ന ശമ്പളം യൂസ് ചെയ്യുന്നു, ഇതാക്കുന്നു. നിങ്ങളൊന്ന് ജസ്റ്റ് എക്സ്പെൻസ് എങ്ങനെയാണ് നിങ്ങൾ ചിലവാക്കുന്നതെന്നൊരു കംപ്ലീറ്റ് ഒരു നോട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയേ. അപ്പോഴത്തേക്കും നമുക്ക് കുറേ കാര്യങ്ങൾ കട്ട് ഡൗൺ ചെയ്യാനും കാര്യങ്ങളും പറ്റും. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.